ഇടണമെങ്കിലൊക്കെ. പക്ഷെ നല്ല നൈസായിട്ടുണ്ട്. എല്ലാതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം ഒന്നിനൊന്നിന് നല്ല മെച്ചമുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. അതെ, നൈസായിട്ടുണ്ട്. ഈ ഒരു 3 സെറ്റ് അല്ലേ. അത്യാവശ്യം അവനൊരു ഒരു വയസ്സൊക്കെ ആവണം എന്ന് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ഭംഗിയുണ്ട്. പിന്നെ കാണിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടി. ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ. ഇതിന്റെ ട്രെൻഡ് ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ. അപ്പോൾ ഇതൊക്കെ അവൻ ഫസ്റ്റ് ടൈമിൽ യൂസ് ചെയ്തതാണ്. പിന്നെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ആവുന്ന സമയത്ത് ഇതൊക്കെ കൊണ്ടുപോകും. പിന്നെ ഇത് രണ്ടെണ്ണമൊക്കെ മേടിച്ചിട്ടുണ്ട്. അന്നേരം എന്തൊക്കെ അവന് മേടിക്കണ്ടെന്ന് യാതൊരു ഇതില്ലായിരുന്നു. എന്നാലും അവനെല്ലാം യൂസ് ചെയ്തു. ഇതൊക്കെ അവന് നല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നത് തൊട്ടിത്തുണി. ഇത് നല്ല അടിപൊളി ഒരു വെറൈറ്റി അല്ലേ. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഡിസൈൻ, ലവ് ചിഹ്നം. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുട്ടീനെ കടത്താനൊക്കെ നല്ല കംഫർട്ടബിൾ ആയൊരു ഇതാണ്. നല്ല സ്പോഞ്ചൊക്കെ കേട്ടോ. കടത്താൻ നല്ല പറ്റും. ഇതുവരെ എടത്തിമ്മ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ വന്നിട്ട് എടത്തിമ്മ യൂസ് ചെയ്യാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഇട്ടിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. നന്നായിട്ടുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് എന്താണ്, ഇതെന്താ എടത്തിമ്മ? ഇതില് വെക്കാനാണ് കേട്ടോ. ഇതിലിങ്ങനെ എന്തോ ഇതിന്റെ യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്താണ് നോക്കിയിട്ട് വേണം ഇത് വെക്കാനൊക്കെ. അപ്പൊ ഇതിന്റെ തൊട്ടിത്തുണീന്റെ കേട്ടോ അതൊക്കെ. പിന്നെ ഇതിൽ നമ്മളിങ്ങനെ കാണാം ഭാരമായിട്ട്. പിന്നെ ഇതിന്റെ സെറ്റ്, ഇതിന്റെ ഒരു 5-6 സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ അപ്പൊ ഇതിന്റെ ഫോട്ടോ എടുക്കുമ്പോ കൊടുക്കാന്നാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെ തൊട്ടിയില് വലുണ്ട് കേട്ടോ. അറ്റത്തൊക്കെ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. വലയൊക്കെ കൊതുകൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതൊക്കെ എടുക്കുമ്പോൾ 1-2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് അത് വലുതാവുമ്പോഴും ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാമല്ലോ. അപ്പൊ ഇതൊക്കെ നന്നായിട്ടുണ്ട്. ഇതായിരുന്നോ മറ്റേ 5 സെറ്റിന്റെ? ഇത് 3 എണ്ണം അല്ലേ. ഇതിന്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു, ഒരു 3 എണ്ണം. അത് എടുക്കുമ്പോൾ ഫോട്ടോയിൽ കൊടുക്കാന്നാണ് പറയുന്നത്. അപ്പൊ അവൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകളൊക്കെയാണ് ഇതൊക്കെ. ഇപ്പൊ ചൂടല്ലേ, ചൂട് ടൈമിൽ ഇപ്പോ അവനെ സംബന്ധിച്ച് ഇപ്പോ ഒന്നും വേണ്ട. അപ്പൊ ഭയങ്കര ചൂടുള്ള കൂട്ടത്തിലാണ് അവന്റെ അച്ഛന്. ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇപ്പൊ അവന് ഏകദേശം ഒന്നും വേണ്ട എന്നാണ്. വീട്ടിലൊന്നും ഒന്നും ഇടാറില്ല. എന്നാലും പുറത്തൊക്കെ പോകുമ്പോഴും കുളിക്കുമ്പോൾ സുന്ദരക്കുട്ടനൊക്കെ ആക്കി അവന് ഡ്രസ്സൊക്കെ ഇതാക്കിയാണ് ഇടുന്നത്. അപ്പൊ ഇതൊക്കെ എടുക്കുമ്പോൾ എന്നോട് കാണിക്കാൻ പറഞ്ഞതാട്ടോ, ഇതൊക്കെ കാണിക്കണം എന്ന്. അപ്പൊ ഇതെന്താ, അതൊക്കെ ബനിയനാണ്. പിന്നെ പിന്നെ ഇതൊക്കെ എന്താ എടുക്കുന്നു? ഉറങ്ങിയോ? അങ്ങനെ ഒരു സെറ്റ്. പിന്നെ അവന്റെ ഷൂ ആണിത്. ഇപ്പത്തെ അവന്റെ ഫസ്റ്റ് ഷൂ ആണിത്. ഇതാണ് അവന്റെ കുഞ്ഞു ഷൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ അടിച്ചമ്മ? അവര് ചേർത്തൊക്കെയാണ് ഇതൊക്കെ. നന്നായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് നല്ല കുഞ്ഞ് കുഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ അവന്റെ ഫസ്റ്റ് ടോയ്സ് ആണ് ഇതൊക്കെ അല്ലേ. ഇതൊക്കെയാണ് അവന്റെ ഫസ്റ്റ് ടോയ്സുകൾ മേടിച്ചു കൊടുത്തതൊക്കെ. ഇവിടെ ഏടത്തിയമ്മേന്റെ അച്ഛമ്മ ഓരോന്നൊക്കെ മേടിച്ച് കൊണ്ടുവരും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് അവന്റെ ഫസ്റ്റ് ടോയ്സ് ഒക്കെ. ഇങ്ങനൊക്കെ കുഞ്ഞ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആന എലിഫന്റ്. അപ്പൊ ഇതൊക്കെയാണ് അവന്റെ ഫസ്റ്റ് ടോയ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി കാണാൻ വരുന്നേ ഉള്ളൂ ഓരോന്നൊക്കെ. അപ്പൊ പിന്നെ ഇതാണ് എനിക്ക് കൂട്ടത്തില് ഞാനിത് കണ്ടപ്പോ എനിക്ക് ആകെ ഷോക്കായിട്ടോ. ഇങ്ങനെ ഒരു ഫ്രെയിം ഇപ്പൊ തന്നെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാന്. കാരണം എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തതാണ്.
അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ചെയ്തതാണിത്. അപ്പോൾ ഡീറ്റെയിൽസ് മൊത്തം ഏടത്തമ്മയ്ക്ക് അറിയുള്ളൂ, എനിക്ക് യാതൊരു അറിവില്ല ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഏടത്തമ്മ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയുമായിരിക്കും. ആ ഇൻസ്റ്റാഗ്രാം ഇതിൽ ടാഗ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുക, ഫ്രെയിം ആക്കിയിട്ടൊക്കെ ചെയ്യുക. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അടിപൊളിയായിട്ട് പേര്, അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നക്ഷത്രം, പിന്നെന്താണ്, പിന്നെ ഹോസ്പിറ്റല്, പിന്നെ അടിപൊളിയായിട്ടുണ്ട്. അവരുടെ ഫോട്ടോ വെച്ചത്, പിന്നെ ഏട്ടത്തമ്മ എൻ്റെ ഏട്ടൻ്റെ ഫോട്ടോ വെച്ചതൊക്കെ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഏട്ടത്തമ്മ പറയുന്നതായിരിക്കും. ഓക്കെ, മോന്റെ പേര് നമുക്ക് പറഞ്ഞോ. യശ്വിക് രാഹുൽ എന്നാണ് പേര്. രാഹുൽ ഏട്ടന്റെ പേരിലാണ്. അതെ, വീട്ടിലാണ് വിളിക്കുന്ന പേരെന്തായിരുന്നു? അല്ലിക്കുട്ടൻ. അല്ലിക്കുട്ടൻ എന്ന് വിളിക്കും. പക്ഷെ എന്താണ്, ഞങ്ങളുടെ ചേച്ചിന്റെ മോന് അവനായിട്ടൊരു പേരിട്ടു, അപ്പൂന്ന്. ഒരുപാട് പേരുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ്, പക്ഷെ അവന് അതിലൊക്കെ കൂടുതലായിട്ട് ഒരു ഇമ്പോർട്ടൻസ് പേരിട്ടതാണ് അപ്പൂന്ന്. അപ്പൊ അപ്പൂന്ന് പേരിട്ടതാണ്. പക്ഷെ എന്താണ്, അവന് സങ്കടപ്പെടേണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പൂന്ന് വിളിക്കും. അവന് ഞങ്ങൾ വീട്ടിൽ വിളിക്കാനിട്ട പേരാണ് അല്ലു എന്ന്. അവന്റെ അമ്മയും അച്ഛനും കൂടി ഇട്ട പേരാണത്. ഇങ്ങനെ കാണിച്ചത് ഓരോന്നും എടുത്ത് കാണിക്കുന്ന. പിന്നെ അവന്റെ കുറച്ച് പ്രോഡക്റ്റുകൾ, സോപ്പ്, പൗഡർ, കൺമഷി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ അതൊക്കെ ഏടത്തമ്മേന്റെ അനിയത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവളാണ് കൂടുതലൊക്കെ ഏടത്തമ്മനെ ഹെൽപ്പ് ചെയ്യാറ് ഇവിടെ. അപ്പൊ ഇപ്പൊ ആളിവിടെ ഇല്ല, ഹോസ്റ്റലിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ വരുമ്പോഴൊക്കെ ഇനി വീഡിയോസ് എല്ലാം ഒക്കെ ഇവിടെ ഉണ്ടാവും. ഇനിയിപ്പോ കുറച്ച് ദിവസം ഉള്ളൂട്ടോ ഏടത്തമ്മേന്റെ വീട്ടിൽ. ഇവിടെ പറയുമ്പോ തന്നെ എല്ലാവർക്കും വിഷമാണ് ഏടത്തമ്മനെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി കുറച്ച് 15 ദിവസമൊക്കെ ഏടത്തമ്മ ഇവിടെ ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും വീട്ടിലോട്ട്. അപ്പൊ ഇനി മുന്നേ എടുത്ത വീഡിയോസ് ഒക്കെ ഒരുപാടുണ്ട് പോസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ശേഷമാണ് ഈ വീഡിയോസ് വരിക. അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ടാർഗറ്റ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക കേട്ടോ. ഇനി എന്തൊക്കെ വീഡിയോസ് ആണ് വേണ്ടത്. നമ്മൾ കുട്ടിയായിട്ടൊക്കെ ഇനി ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോസിലുള്ള. അപ്പോൾ ഓക്കെ, ബൈ.